ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഷാൻ മീറ്റ് മസാലയാണ്. അതിൻ്റെ കൂടെ വീട്ടിൽ പൊടിച്ച മസാലയും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. കുക്കർ വെച്ച് തീ കത്തിക്കാം. അപ്പോൾ കുക്കർ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇടാം. ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി മൂടി വെക്കാം. സവാള വേകാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ മൂടി വെക്കുന്നത്. തീ ഒരു മീഡിയത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഉള്ളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് ഇടാൻ മറന്നുപോയി, അതിടാം. 1 ടേബിൾ സ്പൂൺ. ഒന്ന് പച്ചമണം മാറട്ടെ. പച്ചമണമൊക്കെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ മാറിയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ഷാൻ മസാലയാണ്. നമ്മളുടെ മസാല തീരെ കുറച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഷാൻ മസാല ചേർക്കാം. ഈ ഷാൻ മസാലയിൽ നല്ല ഉപ്പുണ്ട്. ഉപ്പ് ചേർക്കേണ്ട വേറെ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് തൈരിടാം. അപ്പം അതുക്ക് മുന്നേ നമ്മളുടേതായിട്ടുള്ള മസാല ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഷാൻ മസാലയിൽ നല്ല എരിവാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് തൈര്, ഒരു 1/4 കപ്പ് തൈര് ഉപയോഗിക്കാം. ഒരു 1/4 കപ്പ് തൈര് ഇടാം. എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഇറച്ചിടാം. ഇതിലേക്ക് ഇതുപോലെ പീസാക്കി വെച്ചിരിക്കുന്ന ഇത്രയും വലിപ്പത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്കിതിലേക്ക്, ഞാൻ കഴുകി പറ്റിച്ച് വെച്ചിരുന്ന ഇറച്ചിയാണ് ഇതിലേക്ക് ഇടാം. ഇതൊരു 1.5 കിലോ കാണും കേട്ടോ. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കുറച്ച് നേരം മൂടി വെക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇടാം. ഫ്രീസറിൽ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് ഫ്രഷോടുകൂടി നമുക്ക് ഇതിലോട്ടിടാം. മല്ലിയിലയാണ് കേട്ടോ. ഇത് മിൻ്റാണ്, അതും കുറച്ച് ഇതിലേക്കിടുക. ഇതുപോലെ തന്നെ ഫ്രീസറിൽ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നതാണ്. എല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞ് ഒന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. തീ മീഡിയത്തിൽ വെച്ചിട്ട്. ഇപ്പോൾ 10 മിനിറ്റായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. എല്ലായിടത്തും തിളയ്ക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയിട്ട് മാറ്റയും കൂടി ഇട്ടിട്ട് മൂടി വെക്കാം. കുക്കർ ക്ലോസ് ചെയ്ത് വെക്കാം. മാറ്റിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു. 1/2 കപ്പ് വെള്ളം. ഫ്ലെയിമും കുറച്ച് കൂട്ടി വെച്ചോളൂ. അതായത് ഹൈയിലും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിം വെക്കുക. എന്നിട്ടൊരു 3 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക.
അപ്പോഴേക്കും ഇറച്ചി വെന്തിട്ടുണ്ട്. ഇറച്ചി അവിടെ ഇരുന്ന് വേവട്ടെ. അതിനിടയ്ക്ക് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കിസ്മിസ് ഇതിലോട്ടിട്ട് ഫ്രൈ ചെയ്ത് ഇപ്പോൾ ഉണക്കമുന്തിരി നല്ലപോലെ ബബിളായി വന്നിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ബബിളായി വന്ന ഈ സമയത്ത് തന്നെ നമുക്ക് ഈ കാഷ്യൂ അതിലോട്ടിടാം. കാഷ്യൂ ഓൾറെഡി ഫ്രൈ ആയി, ഇത് വാങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഫ്രൈ ആയി കിട്ടിയതാണ്. ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് റെഡിയായി. നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കുക്കർ 3 വിസിൽ വന്ന് അത് ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു. ഇനി നമ്മൾക്ക് അരി വേവിച്ചെടുക്കാം. അതിന് ഞാനൊരു കുറച്ച് വെള്ളം ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ. അത് ഞാൻ മൂടി വെക്കുവാണ്. അത് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. വെള്ളം വെച്ചത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറി മസാല ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഇതാണ് ഗ്രാമ്പു, മറ്റേത് തക്കോലം എന്ന് പറയും. പിന്നെ ഇത് വലിയ ജീരകം, ചെറിയ ജീരകം ഒരു നുള്ള്, ഇത് ഉലുവ ഒരു നുള്ള്, ഇത് ബ്ലാക്ക് പെപ്പർ. ഇതെല്ലാം കൂടി ഇതിലേക്ക് നമുക്കിടാം. ഞാൻ 15 മിനിറ്റ് കുത്തി വെച്ച ബസ്മതി റൈസാണ്. അത് നമുക്കിതിലേക്കിടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ എണ്ണ ചേർക്കും. ഇതൊരു പാർബോയിലായിട്ട് ഞാൻ എടുക്കും. ഒരു 60% വേവിച്ച് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കാം. അരി നമ്മളുടെ ചോറ് നമ്മൾക്ക് ശരിയായിട്ടുണ്ട്. അത് ഞാനൊരു 60% പാർബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ലെയർ ചെയ്യാം. അത് വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഇറച്ചിടാം. ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടാതെ ക്യാപ്സിക്കം അതും അതിലേക്ക് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തവർ ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. ഇത് ഞാൻ പാലിൽ മഞ്ഞൾ കലക്കി വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ചിടാം. അവിടെ ഇട്ട് ഒരു കളർ കിട്ടാനാണ് റൈസിന്. ഇതിലേക്ക് കുറച്ചുകൂടി ചോറ് വേവിക്കാം. നല്ല ചൂടുണ്ട്. ചെറുതായിട്ട് ഇതിലേക്ക് ഇറച്ചിടാം. ഇതെല്ലാം ഇതിലോട്ട് ഒഴിക്കുക. കാരണം അതുകൊണ്ടാണ് ഞാൻ 60% മാത്രം അരി വേവിച്ചത്. ബാക്കിയുള്ള ഈ ഫ്ലേവർ എല്ലാം കൂടി ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ചോറിലോട്ട്. ബാക്കിയുള്ള ക്യാപ്സിക്കം കൂടി ഞാൻ ഇതിലേക്ക് ഇടും. കുറച്ച് മല്ലിയുടെ പുതിനയില്ല. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ കളറായിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ അതിടുക.
അതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് ഷാൻ മസാല തൂളി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലയും ഫ്ലേവറിന് വേണ്ടി മാത്രം ഇതുപോലെ ഇടാം. എന്നിട്ട് ബാക്കിയുള്ള ചോറ് കൂടി നമുക്കിതിലേക്ക് ഇടാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂവും കിസ്മിസും കൂടി ആഡ് ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിലോട്ട് നമുക്ക് വെക്കാം. ഈ കളറും കൂടി നമുക്കിതിലേക്ക് ഇടാം. അതായത് നേരത്തെ പാലിൽ ഞാൻ കലക്കി വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് ഷാൻ മസാല സ്പ്രിങ്കിൾ ചെയ്യാം. അതുപോലെ കുറച്ച് ഗരം മസാല ചുമ്മാ ഇങ്ങനെ ഒരു ഫ്ലേവറിന് വേണ്ടി നോക്കാം. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് 1 ടേബിൾ സ്പൂൺ. ഇതൊന്ന് മൂടി വെക്കാം. ഇതിന് കണ്ടോ ഒരു ഹോളും ഇല്ല, മൂടി വെച്ചാൽ മതി. നമുക്ക് ബിരിയാണി ശരിയാന്ന് നോക്കാം. നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റായി വെച്ചിട്ട് നമുക്ക് നിലയ്ക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്കിനി തീ ഓഫ് ചെയ്യാം.